CPI കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിലെ തോൽവിക്ക് കാരണം കാഫർ വിവാദമാണെന്നും ഭാവിയിലും ഈ വിവാദം മുന്നണിക്ക് വെല്ലുവിളിയാകുമെന്നും വിമർശനം. CPI മന്ത്രിമാർ നോക്കുകുത്തികളാകുന്ന സാഹചര്യമെന്നും സമ്മേളനത്തിൽ വിമർശനമുയർന്നു. രതീഷ് വാസുദേവൻ നൽകും കോഴിക്കോട് നിന്നും വിവരങ്ങൾ. രതീഷ്, ഈ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് ഈ CPI ഈ വിമർശനങ്ങളിൽ പലതും ഇങ്ങനെ ഉന്നയിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ഇടുക്കിയിൽ നടന്ന ജില്ലാ സമ്മേളനത്തിൽ സമാനമായ വിമർശനം തന്നെയാണ് ഉയർത്തത്. എന്താണ് CPI പറയുന്ന കാര്യങ്ങൾ? എന്തെല്ലാം വിമർശനങ്ങളാണ് ഉയർന്നത്? തീർച്ചയായും ഇത്തരത്തിൽ CPIയുടെ ഇതിനു മുമ്പ് CPM-ഉം CPI ആയിട്ട് മുന്നണിയിൽ ഉണ്ടായ സജീവമായിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരം വിമർശനങ്ങൾ പൊതുവെ ഉണ്ടാവുന്നത്. CPIയുടെ മിക്ക സമ്മേളനങ്ങളിലും ഇത്തരത്തിൽ ഈ സർക്കാരിനെതിരെ അത് പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ CPM-നെതിരെ തന്നെയുള്ള ചർച്ച ഉണ്ടാവാറുണ്ട്. അതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴുള്ളത്. CPI മന്ത്രിമാർ ഉൾപ്പെടെ ആർജവത്തോടെ പെരുമാറുന്നില്ല, നോക്കുകുത്തികളാവുന്നു എന്ന വിമർശനമുണ്ട്. അത് മാത്രമല്ല, ആഭ്യന്തര വകുപ്പിന്റെ LDF നയമല്ല ആഭ്യന്തര വകുപ്പ് പോലീസ് നടപ്പിലാക്കുന്നത്. മാത്രവുമല്ല, CPI തൃശ്ശൂരിൽ ഉൾപ്പെടെ ഉണ്ടായ വിവാദം, MR അജിത് കുമാറിനെ ഉണ്ടായ വിവാദം, സുനിൽകുമാറിന്റെ തോൽവി ഉൾപ്പെടെ ഉണ്ടായിട്ടും ആ അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നേടിയ സാഹചര്യത്തിൽ CPIയുടെ സംസ്ഥാന നേതൃത്വത്തിൽ പോലും കാര്യമായി ഒരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുകൂടി വിമർശനം ഉന്നയിക്കുന്നു. കോഴിക്കോടേക്ക് വരികയാണെങ്കിൽ കോഴിക്കോട് വടകരയിൽ കാഫിർ വിവാദം വലിയ തരത്തിൽ തോൽവിക്ക് കാരണമായത് പ്രധാനമായും അതുതന്നെയാണ്. അത് ഭാവിയിലും ഈ വിവാദം മുന്നണിയെ തോൽവിയിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നും ഉൾപ്പെടെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. മാത്രവുമല്ല, പലയിടത്തും മുന്നണി മര്യാദകൾ ലംഘിച്ചുകൊണ്ട് CPM-ന്റെ ഇടപെടലുണ്ട് എന്നും പ്രതിനിധികൾ ചർച്ചയിൽ പറയുന്നതായും വിവരം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ വിമർശനം സർക്കാരിനെതിരെ ഉണ്ടാവുന്നു. പ്രത്യേകിച്ച് CPM-നെതിരെ കൃത്യമായ വിമർശനം CPI സമ്മേളനങ്ങൾ ഉണ്ടാവുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. CPI കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നത്. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.